ആമ്പൽപ്പാടമാണ് കേട്ടോ, ആമ്പൽപ്പാടം. ഇത് വെളുത്ത ആമ്പലുകളാണ്, വെളുത്ത ആമ്പലുകൾ രാത്രിയാണ് അത്രേ ആമ്പലുകളെല്ലാം വിരിയുക. ഇതിൽ നിറച്ച് വെള്ളയുണ്ട്, ചുവപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുമരകത്ത് നിന്ന് പോരുന്ന വഴിക്ക് കണ്ടതാണ് ഞാൻ. കുമരകം ബേർഡ് സാൻകുച്ചറി പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇതാണ് കുമരകം ബേർഡ് സാൻകുച്ചറി കേട്ടോ. മുളയ്ക്ക് വെച്ച് അത് G20 നടക്കുന്ന സമയത്ത് ഇത് മുളയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുമരകം പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബോട്ട് എടുക്കണം കേട്ടോ. 750 രൂപയാണ് ഒരാൾക്ക് ഈടാക്കണത് 1 മണിക്കൂർ നേരം. ഈ ബോട്ടിലൊക്കെ കയറി സഞ്ചരിക്കാം കേട്ടോ. 750 രൂപ. ഇതേ 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, 2 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം. അത് കാരണം ഞാനതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ പോകണില്ല. ഞാൻ കാരണം കണ്ടവണ്ണം നടക്കാൻ വയ്യ. തടാകം കനാല് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ബൈക്ക് പാർക്ക് ചെയ്യാം, കാറ് പാർക്ക് ചെയ്യാം, അതിൻ്റെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കുമരകത്തുള്ള പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇതിൻ്റെ ഉള്ളിൽ നിന്നേ 100 രൂപയാണ് ടിക്കറ്റ്. 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം, 2 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം. അപ്പോൾ നടക്കാൻ ഞാനില്ല, നടക്കാൻ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. ഓക്കെ. ഇത് കുമരകത്തുള്ള ബോട്ട് ഹൗസ് ബോട്ടുകൾ അത് പോകുന്നുണ്ടോ? താഴെ കൂടെ ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ? അതാ ബാക്കിയുള്ള ഹൗസ് ബോട്ടുകളൊക്കെ അത് അവിടെ കിടക്കണു. യാത്രക്കാരെ കാത്ത് കിടക്കാണ് കേട്ടോ. കുമരകം ഹൗസ് ബോട്ട്. കുമരകം ഹൗസ് ബോട്ട് ഒക്കെ പോകുന്ന പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പുറത്ത് ആണോ അവിടെ ഈ സൈഡിൽ ബോട്ടുകൾ എടുക്കണം കേട്ടോ. ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്നിര കിടക്കുക. ആ സൈഡിലുണ്ട്. കുമരകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് നല്ല പ്രത്യേകത കേട്ടോ. ഈ ബോട്ടിലൊക്കെ നല്ല ചാർജ് കേട്ടോ. ഇരണ്ടോ ബൈക്കുമ്പോഴാണ് വന്നത്. ഇത്ര നേരം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് കുമരകത്തുള്ള റോഡാണ് കേട്ടോ. ഇത് കുമരകം റോഡാണ് കേട്ടോ. കുമരകം കോട്ടയം റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മധുരാശി മരങ്ങൾ ഇങ്ങനെ നിരന്തരം വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വെയിൽ കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണലുണ്ടാവും. കണ്ണെത്താ ദൂരത്തോളം പാടശേഖരം, നെൽപ്പാടം. അതിൻ്റെ സൈഡിൽ ഇതാ നല്ലൊരു വീട്. എന്തൊരു ഭംഗിയാണ് വീട് കാണാനായിട്ട്. കണ്ടോ നെൽപ്പാടങ്ങൾ.
നല്ല നെൽപ്പാടങ്ങൾ, നിറയെ തെങ്ങുകൾ, ചെറിയ ഉയരം കുറഞ്ഞ തെങ്ങുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ധാരാളം നാളികേരമുണ്ട്. ഇതാണ് കൈപ്പുഴമുട്ട് പാടശേഖരം. കണ്ടോ, കൈപ്പുഴമുട്ട്, കുമരകത്തുള്ള കൈപ്പുഴമുട്ട് പാടശേഖരങ്ങളാണിത്. ഞാറ് നട്ടുപിടിപ്പിച്ച് ഞാറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. എന്താ ഭംഗി നോക്കി, കണ്ടോ, വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇത് തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തണ്ണീർമുക്കം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ആണ് ഇത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത് വലിയൊരു കായലൊക്കെ ഉണ്ട്. വലിയൊരു കായലെന്ന് വെച്ചാൽ ഭയങ്കര കായലാണ് ഇവിടെ. കായൽ അവിടെ അപ്പുറത്ത് അറബിക്കടൽ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടത്തോളം വരെ പോയിട്ട് വരാം. മുക്കം ബണ്ടിൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. ഇതാണ് മെയിൻ ബ്രിഡ്ജ്, ആണ് മെയിൻ റെഗുലേറ്റർ. ഇവിടെയാണ്. ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് പോയിട്ട് വരാം. ഇവിടെ കുറേ തണ്ണീർമുക്കം പാലം.
ഇതാണ് വൈക്കം മഹാദേവ ക്ഷേത്രം കേട്ടോ. വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം. ഇത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതിൻ്റെ പ്രവേശന കവാടമാണ് ആ കാണുന്നത്. വൈക്കം ഇതാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം കേട്ടോ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം തൃപ്പൂണിത്തുറയിൽ. മുകളിൽ പോകുന്നത് മെട്രോ റെയിലാണ് കേട്ടോ. മെട്രോ റെയിൽ. ഇത് കളമശ്ശേരിയാണ്. കളമശ്ശേരി